നമ്മുടെ തെറ്റായൊരു ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന മറ്റൊരു പ്രധാനമായൊരു അസുഖമാണ് വെരിക്കോസിൻ എന്ന് പറയുന്നത്. മറ്റുള്ള മൃഗങ്ങളെ അപേക്ഷിച്ച് മനുഷ്യൻ നട്ടെല്ല് നിവർത്തി ജീവിക്കുന്ന ഒരു സ്പീഷ്യസാണ്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ വെയിൻസ്, നമ്മുടെ സിരകൾക്ക് അശുദ്ധമായ രക്തത്തെ ഹൃദയത്തിലോട്ട് എത്തിക്കാൻ ഒരുപാട് കഠിനമായി പ്രവർത്തിക്കേണ്ടി വരും. ഈ വെയിൻസിൻ്റെ ഉള്ളിലാണ്, സിരകൾക്കുള്ളിലാണ് വാൽവുകളുള്ളത്. ഈ വാൽവുകളുടെ സഹായത്തോടു കൂടിയാണ് ഈ അശുദ്ധമായ രക്തത്തെ ഹൃദയത്തിലോട്ട് എത്തിക്കുന്നത്. ഈ അശുദ്ധമായ രക്തത്തെ ഹൃദയത്തിലോട്ട് എത്തിക്കാൻ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ട്രെയിൻ നമ്മുടെ വെയിൻസിന്, സിരകൾക്ക് എടുക്കേണ്ടതായി വരുന്നുണ്ട്. പ്രധാനമായി നിന്ന് ജോലി ചെയ്യുന്നവർ, അതുപോലെ തന്നെ പാരമ്പര്യം കൊണ്ടും ഈ വെരിക്കോസ് വെയിൻ ഉണ്ടാകാം. പ്രസവശേഷം സ്ത്രീകൾക്കും വെരിക്കോസ് വെയിൻ ഉണ്ടാകാം. അതുപോലെ തന്നെ ഒരുപാട് ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കും ഈ വെരിക്കോസ് വെയിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ വെരിക്കോസ് വെയിൻ ഉണ്ടാകാനുള്ള പ്രധാനമായ കാരണം നമുക്ക് 3 തരത്തിലുള്ള വെയിനുകളാണുള്ളത്. സൂപ്പർഫിഷ്യൽ, ഡീപ്പ് വെയിൻ ആൻഡ് പെർഫറേറ്റർ വെയിൻ എന്ന് പറഞ്ഞാൽ 3 വെയിനുകളാണുള്ളത്. ഈ സൂപ്പർഫിഷ്യൽ വെയിനുകളിൽ നിന്ന് പെർഫറേറ്റർ വെയിനുകളിലൂടെ ഡീപ്പ് വെയിനുകളിലേക്ക് ഈ അശുദ്ധമായ രക്തം സിരകളിലൂടെ എത്തുകയും അതിനുശേഷം അത് ഹൃദയത്തിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഈ തിരിച്ച് ഇതൊരിക്കലും സൂപ്പർഫിഷ്യൽ വെയിനിലോട്ട് എത്തുന്നില്ല. പക്ഷേ ഈ പെർഫറേറ്റൽ വെയിനുകളിൽ ഒരു തടസ്സമുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രക്തം, ഈ പെർഫറേറ്റർ വെയിനുകളിലുള്ള വാൽവുകളിലുള്ള തകരാറ് കാരണം ഈ രക്തം നേരെ സൂപ്പർഫിഷ്യൽ, നമ്മുടെ പുറമെ കാണുന്ന, കാലുകൾക്ക് പുറം ഭാഗത്ത് കാണുന്ന വെയിനുകളിലോട്ട് അമിതമായിട്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ഈ വെയിൻസ് എൻ്റെ ഉള്ളിലുള്ള വാൽവുകൾ നശിച്ച് അതിങ്ങനെ ഒരു കുഴൽ പോലെ നമ്മുടെ കാലുകളിൽ കാണാൻ സാധിക്കും. സിരാഗ്രന്ഥി എന്നാണ് അതിനകത്ത് ആയുർവേദത്തിൽ പറയുന്നത്. ഗ്രന്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ബൾജ് പോലെ നമ്മുടെ കാലുകളുടെ പുറത്ത് ഇതിങ്ങനെ തടിച്ച് കടിച്ച് നിൽക്കും. ഇത് വളരെയധികം വേദനയും പുകച്ചിലും കാലുകഴപ്പും അതുപോലെ തന്നെ കാലുകൾക്ക് നിറവ്യത്യാസവും കാലിൽ തരിപ്പും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. വളരെയധികം എൻ്റെ ഫൈനൽ സ്റ്റേജിൽ വെരിക്കോസ് അൾസർ എന്ന് പറഞ്ഞൊരവസ്ഥയിലെത്തും. ഈ ഒരു അവസ്ഥയിൽ ചികിത്സിക്കാൻ വളരെയധികം ആധുനിക വൈദ്യശാസ്ത്രത്തിലായാലും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ്. കാരണം വെയിൻസിൻ്റെ ബുദ്ധിമുട്ട് കാരണം ആ ശുദ്ധരക്തം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതുകൊണ്ടുണ്ടാകുന്ന അൾസറാണ്. അത് ഹീൽ ചെയ്യാനായിട്ട് ഒരുപാട് പ്രയത്നിക്കേണ്ടതായിട്ട് വരും. ഈ ഒരു അവസ്ഥയിൽ അതുപോലെ തന്നെ ഈ ഡീപ്പ് വെയിൻസിലുണ്ടാകുന്ന തടസ്സങ്ങൾ, ഡീപ്പ് വെയിൻ ത്രോംബോസിസ് പോലെ തടസ്സങ്ങൾ കാരണം, സ്രോതോരോഗം എന്നൊക്കെയാണ് ആയുർവേദത്തിൽ അത് പറയുന്നത്, അത് കാരണവും ഇതുപോലെ സൂപ്പർഫിഷ്യൽ വെയിൻസ്, സഫൈനസ് വെയിൻസിലുണ്ടാകുന്ന തടിപ്പ് കാരണം തടിക്കുകയും അത് ഇതുപോലെ ഈ വെരിക്കോസ് വെയിനായിട്ട് മാറുകയും ചെയ്യും, സിരാഗ്രന്ഥിയായിട്ട് മാറുകയും ചെയ്യും. ഈ ഹെമറോയിഡ്സ് പോലെ നമ്മുടെ കാലുകളിൽ ഉണ്ടാകുന്ന ഒരു സംഭവമായിട്ട് വേണമെങ്കിൽ ഈ വെരിക്കോസ് വെയിനെ പറയാം. പ്രസവശേഷം സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട്, കാരണം ഗർഭം വികസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കംപ്രഷൻ കാരണം സ്ത്രീകൾക്ക് വെരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ കാല് ഉയർത്തി വെച്ച് കിടക്കുക. അതുപോലെ തന്നെ അമിതമായ ഭാരമുള്ളവർക്കും വെരിക്കോസ് വെയിൻ ഉണ്ടാകും. അപ്പോൾ അമിതമായ ഭാരമുള്ളവർ അമിതമായിട്ടുള്ള ഭാരം കുറയ്ക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ആദ്യത്തുള്ള അവസ്ഥകൾ, ആദ്യത്തെ സ്റ്റേജുകളിൽ നമുക്ക് വെരിക്കോസ് വെയിനെ പൂർണ്ണമായിട്ട് ആയുർവേദ മരുന്നുകൾ കൊണ്ട്, സഹചരാദി കഷായം, അതുപോലെ തന്നെ മഞ്ചിഷ്ടാദി കഷായം, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ സഹചരാദി തൈലം, പിണ്ടതൈലം മുതലായ തൈലങ്ങളുടെ ഉപയോഗം കൊണ്ട് തന്നെ വെരിക്കോസ് വെയിൻ നമുക്ക് മുറിവെണ്ണയുടെ ആപ്ലിക്കേഷൻ, മുറിവെണ്ണ ബന്ധനം ചെയ്യുക, അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്കിതിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിച്ച് നിർത്തുവാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജിൽ പേഷ്യൻസിന് അമിതമായ കാലുകളിൽ വേദനയും കഴപ്പും ഉണ്ടാകുമ്പോൾ നമ്മൾ സിരാവെദം എന്ന് പറയുന്ന രക്തമോഷം എന്ന് പറയും, അത് ബ്ലഡ് എടുത്ത് കളയുന്ന ഒരു ചികിത്സയാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ രോഗികൾക്ക് വളരെയധികം ആശ്വാസം കിട്ടുന്നതാണ്. കാരണം ആ ദുഷിച്ച രക്തം കുറേ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ രോഗികൾക്ക് വളരെയധികം, അത് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ചികിത്സയാണ്. അതുപോലെ തന്നെ ചില രോഗികൾക്ക് ഈ വെരിക്കോസ് വെയിൻ കാരണം വെരിക്കോസ് അൾസർ ഉണ്ടാകുന്നൊരവസ്ഥയുണ്ട്. ആ അവസ്ഥകളിൽ ആയുർവേദ ആചാര്യൻ സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ജളൂകാവചരണം എന്നത്. ജളൂക എന്ന് പറഞ്ഞാൽ അട്ടയാണ്. ഈ അട്ടകളെ വെരിക്കോസ് അൾസറിൽ ഇട്ടതിന് ശേഷം അവിടെയുള്ള ദുഷിച്ച രക്തം ഈ അട്ട വലിച്ചു കുടിക്കുകയും അതുപോലെ തന്നെ അട്ടയുടെ ഈ സലവയിലുള്ള ഹിരുഡിൻ എന്ന പദാർത്ഥം അവിടെയുള്ള രക്തോട്ടം കൂട്ടുകയും ചെയ്യും. ഇതുമൂലം പെട്ടെന്ന് തന്നെ ഈ വെരിക്കോസ് അൾസർ ഹീൽ ചെയ്യുന്നതായിട്ട് അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. ആയുർവേദ ചികിത്സ കൊണ്ട് ഈ വെരിക്കോസ് വെയിനും വെരിക്കോസ് അൾസറിനും അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻ്റെ തുടക്കത്തിലുള്ള അവസ്ഥകൾക്കും നമുക്ക് നിയന്ത്രണ വിധേയമാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ തുടക്കത്തിലുള്ളൊരവസ്ഥയാണെങ്കിൽ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് മാറ്റുവാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ വെരിക്കോസ് വെയിൻ ഉണ്ടാകാനുള്ള ഞാൻ പറഞ്ഞ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ
അമിതഭാരവും പാരമ്പര്യവും അതുപോലെ പ്രസവശേഷവും ഉണ്ടാകുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതശൈലിയും, തെറ്റായൊരു ജീവിതശൈലിയും, അമിതമായ എരിവും പുളിയും മസാലയും ഉപ്പുമുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ രക്തത്തിലൊരു പുഴുക്കം ഉണ്ടാകും. അതിനെ ഒരു ഉൾക്ലേശം ഉണ്ടാകുക, വിദാഹം, പുഴുക്കം ഉണ്ടാകുക എന്നൊക്കെയാണ് ആയുർവേദത്തിൽ പറഞ്ഞത്. ഇത് ഈ വെരിക്കോസ് വെയിൻ ഉണ്ടാകാനുള്ള പ്രധാനമായിട്ടുള്ളൊരു കാരണമാണ്. പിന്നെ നമ്മുടെ ജീവിതശൈലിയിൽ ഒരുപാട് മാറ്റം വരുത്തേണ്ടി വരും. ഒബേസിറ്റി ഉള്ള ഒരാൾ ഒബേസിറ്റി കുറയ്ക്കാതെ എത്ര ഔഷധം കഴിച്ചിട്ടും വെരിക്കോസ് വെയിൻ മാറാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ഒരുപാട് നിന്ന് ജോലി ചെയ്യുന്നൊരു വ്യക്തി ആ ജീവിതശൈലിയിൽ ചെറിയൊരു മാറ്റം വരുത്തണം. ഒരുപാട് നിന്ന് ജോലി ചെയ്യുമ്പോൾ കുറച്ച് നേരം നമ്മൾ വിശ്രമിച്ചതിന് ശേഷം ജോലി ചെയ്യുക. അതല്ലെങ്കിൽ ഒരുപാട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ആ കംപ്രഷൻ കാരണവും ഈ വെരിക്കോസ് വെയിൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം കുറച്ച് നേരം ഇരുന്ന് ജോലി ചെയ്തതിന് ശേഷം കുറച്ച് നേരം എണീറ്റ് നടക്കുക, ഒന്ന് റിലാക്സ് ചെയ്യുക. അതൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആ ഒരു ബ്ലഡ് ഫ്ലോ കറക്റ്റാവും. ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആവാത്തതാണ് ആ ഒരു സിരകളിലുള്ള രക്തത്തിൻ്റെ ഫ്ലോ കറക്റ്റ് ആവാതിരിക്കുക. അതുവരെ കെട്ടിക്കിടക്കുന്നൊരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ഈ സിരാഗ്രന്ഥി അഥവാ വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരവസ്ഥ ഉണ്ടാകാതിരിക്കുക നമ്മളുടെ ജീവിതശൈലി നമ്മൾ പ്രധാനമായിട്ട് വ്യായാമം ചെയ്യുക എന്നൊരു ഇത് നമ്മൾ കൊണ്ടുവരണം. വ്യായാമം ചെയ്താൽ തന്നെ നമ്മുടെ സർക്കുലേഷൻ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യും. ആ ഇമ്പ്രൂവ് ചെയ്യുന്ന സർക്കുലേഷൻ തന്നെ നമ്മുടെ അശുദ്ധ രക്തത്തെ തിരിച്ച് ഹൃദയത്തിലോട്ട് എത്തിക്കുവാൻ വളരെയധികം സഹായിക്കും. അല്ലെങ്കിൽ നമുക്കറിയാം രക്തത്തിൽ ഘനമുള്ള പദാർത്ഥങ്ങളുണ്ട്. അതെല്ലാം ഈ ഗ്രാവിറ്റി കൊണ്ട്, ഈ വാൽവിൻ്റെ തകരാറ് കൊണ്ട് കാലിൻ്റെ അടിയിലോട്ട് കെട്ടിക്കിടക്കുക. അപ്പോൾ ഈ വെരിക്കോസ് വെയിനുള്ള ആൾക്കാരുടെ കാലുകൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്വെല്ല് ചെയ്തിട്ടിരിക്കും. അത് ഈ സർക്കുലേഷൻ കറക്റ്റ് ആവാത്തതുകൊണ്ടാണ്. നമ്മൾ സ്ഥിരാവേദം അഥവാ ഈ രക്തമോഷമൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് വളരെയധികം ആശ്വാസം കിട്ടുന്നത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ആയുർവേദ മരുന്ന് ഉപയോഗിച്ച് ഈ രക്തശുദ്ധി വരുത്തുമ്പോൾ ആൾക്കാർക്ക് ആ വേദനയും പുകച്ചിലും അതുപോലെയുള്ള തരിപ്പും അതുപോലെ ഡിസ്കളറേഷനൊക്കെ ലേപനകേഴ്സാണ് ജഡാമയാദി മുതലായ ചൂർണ്ണങ്ങളുടെ ലേപമൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ആ ഡിസ്കളറേഷൻ ഒരുപാട് വ്യത്യാസമുണ്ടാകും. ഇതിൻ്റെയൊക്കെ പ്രധാനമായി കാരണം എന്ന് വെച്ചാൽ രക്തത്തിൻ്റെ ആ ദുഷിച്ച രക്തം കെട്ടിക്കിടക്കുക എന്നുള്ളൊരവസ്ഥ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതെ നമ്മുടെ ജീവിതശൈലിയിലും ഭക്ഷണ രീതിയിലും ഇതുപോലെ എരിവും പുളിയും മസാലയും ഉൾപ്പുഴുക്കുണ്ടാകുന്ന ഇതെല്ലാം ഒഴിവാക്കി ഇലക്കറിയും പച്ചക്കറികളും ധാന്യവർഗ്ഗങ്ങളും ആൽക്കലൈൻ, ഈ പച്ചക്കറികൾക്ക് ആൽക്കലൈൻ പ്രോപ്പർട്ടി ഉണ്ട്, അത് കൂടുതലായിട്ട് കഴിക്കുക. മത്സ്യമാംസങ്ങൾക്ക് ഒരു അസിഡിക് എന്ന് പറഞ്ഞാൽ രക്തത്തെ ഒരു രക്തത്തിൻ്റെ അമ്ലത്വം കൂട്ടാനായിട്ട് ഈ മത്സ്യമാംസങ്ങൾക്ക് സാധിക്കും. അത് ഒഴിവാക്കിയിട്ട് അമിതമായിട്ട് ആൽക്കലൈനായിട്ടുള്ള പച്ചക്കറി ധാരാളമായിട്ട് ഉൾപ്പെടുത്തി അതുപോലെ തന്നെ ചെറു വ്യായാമങ്ങൾ ചെയ്യും. ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ കുറച്ച് നേരം ഇരുന്ന് വിശ്രമിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ അതുപോലെ തന്നെ കുറച്ച് നേരം എണീറ്റ് നടക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരുപാട് ജങ്ക് ഫുഡ്സൊക്കെ കഴിച്ച് പെട്ടെന്ന് തടി ഉള്ള ആൾക്കാർ, അങ്ങനെ നമ്മൾ ഭക്ഷണങ്ങളൊക്കെ അമിതമായിട്ട് കഴിച്ച് നമ്മുടെ പൊണത്തടിയൊക്കെ ഉണ്ടാക്കി അതുകൊണ്ട് തന്നെ ആ ഒരു അമിതഭാരം കൊണ്ട് തന്നെ വെരിക്കോസ് വെയിൻ ഉണ്ടാവും. അപ്പോൾ അമിതഭാരത്തെ കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന അസുഖത്തെ നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ വൈദ്യനിർദ്ദേശാനുസരണം ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇത് വരാതെ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് തടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ്.